സന്ദേശം. ബാബയുടെ അടുക്കൽ വചനത്തിൽ ഭോഗമായി എത്തിച്ചേർന്നു. ഇന്ന് വചനത്തിൽ പോയപ്പോൾ കണ്ടത് ഇതാണ്. ബാബ എന്തോ ചിലത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചിലത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാബയുടെ മുന്നിൽ പല പ്രകാരത്തിലുള്ള കത്തുകൾ വച്ചിട്ടുണ്ടായിരുന്നു. ചില പുസ്തകങ്ങളും കാണപ്പെടുന്നുണ്ടായിരുന്നു. ചില കോപ്പികൾ അഥവാ നോട്ട്ബുക്കുകളും കാണപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബാബയോട് പറഞ്ഞു, ബാബ, ഇന്ന് രാവിലെ അങ്ങ് എന്താണ് നോക്കുന്നത്, എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ബാബ ഒരു സെക്കൻഡ് എൻ്റെ നേരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, കുട്ടി, ലോകത്തിൽ ടീച്ചർമാർ ഉണ്ടല്ലോ, ആ ടീച്ചർ എന്താണ് ചെയ്യുന്നത്? പഠിക്കുന്ന കുട്ടികളുടെ പുസ്തകങ്ങളും നോട്ട്ബുക്കും നോക്കുന്നു, വായിക്കുന്നു. ഈ കുട്ടി എത്രത്തോളം ലെസൺ പഠിച്ചു, എത്രത്തോളം പഠനം പഠിച്ചു, എത്രത്തോളം എഴുതി, അതെല്ലാം ചെക്ക് ചെയ്യുന്നു. അപ്പോൾ ഇന്ന് ബാബയും വചനത്തിൽ തൻ്റെ കുട്ടികളുടെ ഈ ചാർട്ട് നോക്കുകയായിരുന്നു. 4 ഭാഗത്തുള്ളവരുടെയും ഇവിടെയുള്ളവരുടേത് മാത്രമല്ല, ബാബ ഏതെങ്കിലും ദൃശ്യം കാണിക്കുമ്പോൾ ബാബയുടെ മുന്നിൽ എല്ലാ സ്ഥാനത്തുള്ള ബ്രാഹ്മണരായ കുട്ടികൾ ദൃശ്യമാകുന്നു. ബാബ പറഞ്ഞു, നോക്കൂ കുട്ടി, എപ്രകാരമാണോ പരീക്ഷയുടെ ദിവസങ്ങൾ സമീപം വരുന്നത്, അപ്പോൾ പല കുട്ടികളും വളരെ വേഗം തങ്ങളുടെ ബുക്ക്, പുസ്തകങ്ങൾ പഠിച്ച് പൂർത്തിയാക്കുന്നു. ചിലർ എഴുതുന്നതിലും വളരെയധികം സമർത്ഥരാണ്. ചിലർ ഒരൽപ്പം കളി വിനോദങ്ങളിൽ ഏർപ്പെട്ട ശേഷം പൂർത്തിയാക്കുന്നു. എന്നാൽ ബാബ തൻ്റെ കുട്ടികളിൽ കാണുന്നത് ഇതാണ്. ബാബ പറഞ്ഞു, സമയമനുസരിച്ച് ബാബയുടെ പഠനം, ബാബയുടെ ജ്ഞാനം ഓരോ ബ്രാഹ്മണ കുട്ടികൾക്കും വേണ്ടിയുള്ളതാണ്. അത് ഏറ്റവും ചെറിയ കുട്ടിയായാലും പഴയ കുട്ടികളായാലും പ്രായം കൂടിയവരായാലും എല്ലാ ബ്രാഹ്മണരായ കുട്ടികൾക്കും ഒരേപോലെയുള്ള പഠനമാണ് ബാബ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ബാബ പറഞ്ഞു, കുട്ടികളും നമ്പർ വൈസ് ആണ്. എന്നാൽ ഓരോരുത്തരുടെയും കർമ്മത്തിലൂടെ, ഓരോരുത്തരുടെയും പുരുഷാർത്ഥത്തിലൂടെ, ഓരോരുത്തരുടെയും പഠനത്തിലൂടെ, അവരുടെ പെരുമാറ്റത്തിലൂടെ അറിയാൻ കഴിയും ഈ കുട്ടിയിൽ ഏത് പ്രകാരത്തിലുള്ള മാനേഴ്സാണ് ഉള്ളതെന്ന്. അപ്പോൾ ഇന്ന് ബാബ കുട്ടികളിൽ ഇത് നോക്കുകയാണ്. പഠനം എല്ലാവരും പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ബാബ, അങ്ങ് ഏതൊരു സൂചന നൽകുകയാണോ അത് നമുക്ക് എല്ലാവർക്കും വേണ്ടിയുള്ളതാണല്ലോ. അപ്പോൾ ബാബ പറഞ്ഞു, അതിനാൽ എപ്പോഴാണോ കുട്ടികൾ പഠനം പഠിക്കുകയും അതിനനുസരിച്ച് പുരുഷാർത്ഥത്തിൽ മുഴുകുകയും ചെയ്യുന്നത്, അപ്പോൾ ബാബ ഇത് കണ്ടുകൊണ്ട് ആ കുട്ടികളെയും എമർജ് ചെയ്യുന്നു. ആരാണോ ഒരൽപ്പം ദുർബലമായവർ, ആരാണോ അല്പം കുസൃതിയുള്ളവർ, ആരാണോ അല്പം അയവുള്ളവർ, അതായത് അലസമായവർ, അവരുടെ നേർക്കും ബാബ നോക്കുന്നു. ഒരു പേപ്പറിൽ എന്തോ എഴുതുന്നതായി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ബാബ പറഞ്ഞു, ബാബ ആ കുട്ടികൾക്കും സകാശ് നൽകുന്നു. കാരണം ബാബയുടെ ദൃഷ്ടിയിൽ എല്ലാ കുട്ടികളും ഒരുപോലെയാണ്. കാരണം സമാന ദൃഷ്ടിയിലൂടെ തന്നെയാണ് ബാബ കുട്ടികളെ പഠനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്രകാരം പറഞ്ഞപ്പോൾ ബാബയോട് ഞാൻ പറഞ്ഞു, ബാബ ഇന്ന് വിശേഷിച്ച് പ്രഫുല്ല ബഹന് നിമിത്തമായുള്ള ഭോഗാണ്. മറ്റു പല ആത്മാക്കളുടെയും വിശേഷ ഭോഗാണ്. അപ്പോൾ ബാബ പറഞ്ഞു, നോക്കൂ കുട്ടി, ഈ ടീച്ചർ, അതായത് ശിവ് ബാബയാകുന്ന ടീച്ചർ ദിവസവും പഠിപ്പിക്കുന്നു. ഒരു സദ്ഗുരുവാർ ദിവസത്തിൽ അഥവാ വ്യാഴാഴ്ച തൻ്റെ കുട്ടികളുടെ വായി മധുരിതമാക്കുന്നു. ഏതെങ്കിലുമൊക്കെ പ്രകാരത്തിൽ ബാബ പറഞ്ഞു, നോക്കൂ, ക്ഷേത്രങ്ങളിലും ഫലങ്ങളും പുഷ്പങ്ങളും അർപ്പിക്കുന്ന ആചാരമുണ്ട്. ആരും ഭഗവാന്റെ മുന്നിൽ കയ്പുള്ള ഫലങ്ങൾ വയ്ക്കാറില്ല, മധുരമുള്ള ഫലങ്ങൾ തന്നെയാണ് വയ്ക്കുന്നത്.
പൂക്കൾ കൊണ്ട് ധാരാളം അലങ്കരിക്കുകയും ചെയ്യുന്നു. ബാബ പറഞ്ഞു, ഇത് സ്ഥൂലമായ കാര്യമാണ് ബാബ കേൾപ്പിക്കുന്നത്. എന്നാൽ ബാബ തൻ്റെ ചൈതന്യ പുഷ്പങ്ങളെയാണ് നോക്കുന്നത്. എൻ്റെ കുട്ടികളിൽ എത്രത്തോളം സുഗന്ധം ഉണ്ട് എന്ന്. മധുരമായ കുട്ടികളെ എന്ന് ബാബ ദിവസവും പറയുന്നു. ബാബ കുട്ടികളെയും മധുരമാക്കുന്നു. ബാബ സ്വയവും അത്രയും മധുരമായ സാക്രീനാണ്. ബാബ ഇങ്ങനെ കേൾപ്പിക്കുകയായിരുന്നപ്പോൾ ആ സഹോദരി ഇരിക്കുന്നുണ്ടായിരുന്നു. മറ്റു പല ആത്മാക്കളുടെയും ഭോഗ് ആയിരുന്നു. അവരെയും ബാബ എമർജ് ചെയ്തു. ബാബ പറഞ്ഞു, നോക്കൂ കുട്ടി, ഈ പുത്രിയും തൻ്റെ ജീവിതത്തിൽ, തൻ്റെ പുരുഷാർത്ഥത്തിൽ, തൻ്റെ സേവനങ്ങളിൽ ഒരു പ്രകാരത്തിലുമുള്ള കുറവുകൾ വരുത്തിയിട്ടില്ല. ഓരോ പ്രകാരത്തിലും സ്വയം തന്നെ സമ്പന്നമാക്കുന്നതിനുള്ള പ്രയത്നം ചെയ്തുകൊണ്ടേയിരുന്നു. മുഴുകിയിരിക്കുകയായിരുന്നു. മറ്റ് ആത്മാക്കൾക്കും പിന്നെ ആരാണോ സഹചാരികൾ ആയവർ, ബ്രാഹ്മണ പരിവാരത്തിലുള്ളവർ, ബാബയുടെ കുട്ടികൾ, സേവാ കേന്ദ്രത്തിലും വരുന്നവർ, ആ കുട്ടികൾക്കും അതേ പ്രകാരത്തിൽ വളരെയധികം സ്നേഹവും പാലനവും നൽകി. പെട്ടെന്ന് ബാബയുടെ മുന്നിൽ ബാബ ദൃശ്യം എമർജ് ചെയ്തു. ബാബ പറഞ്ഞു, നോക്കൂ, ജഡപുഷ്പങ്ങളെപ്പോലും വളരെ സ്നേഹത്തോടെ പരിപാലിക്കുന്നു. അതിനെ വളരെയധികം സ്നേഹത്തോടെ ഒരുക്കുന്നു. പിന്നെ അതിനെ അലങ്കരിക്കുന്നു. ഈ പുത്രിയും തൻ്റെ ചൈതന്യ പുഷ്പങ്ങൾക്ക്, ബാബയുടെ കുട്ടികൾക്ക് അതേ പ്രകാരത്തിൽ വളരെ നല്ല രീതിയിൽ സ്നേഹവും പാലനവും നൽകി. ബാബയുടെ സെൻറ്റേഴ്സും ഏത് രീതിയിലാണോ നടത്തിയത്, സേവനം ചെയ്തത്, അതിനുള്ള റിട്ടേൺ പുത്രിക്ക് ബാബ പുതിയ ജന്മത്തിൽ, പുതിയ ദേഹത്തിൽ നൽകും. ബാബ പറഞ്ഞു, വിശേഷിച്ച് സംഗമയുഗം കുട്ടികൾക്ക് വിശേഷിച്ച് വരദാനിയുമാണ്, മംഗളകാരിയുമാണ്. ഓരോ കാര്യത്തിലും മംഗളം അടങ്ങിയിരിക്കുന്നു. ബാബ ഇങ്ങനെ കേൾപ്പിക്കുകയായിരുന്നു. പിന്നെ ബാബയുടെ മുന്നിൽ ഭോഗ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാബയും വളരെ സ്നേഹത്തോടെ ഭോഗ് സ്വീകരിച്ചു. സഹോദരിയെയും ഭോഗ് സ്വീകരിപ്പിച്ചു. മറ്റ് ആത്മാക്കളെയും വളരെ സ്നേഹത്തോടെ ഭോഗ് സ്വീകരിപ്പിച്ചു. ബാബ പറഞ്ഞു, ബാബയുടെ വീട്ടിലെ ഭോഗിൽ നിറയുന്ന ശക്തിയിലൂടെ ആത്മാക്കൾക്ക് ബലം ലഭിക്കുന്നു. എന്നാൽ ബാബ അത് കഴിക്കുകയല്ല, ബാബ സ്വീകരിക്കുന്നു, ഫീലിംഗ് എടുക്കുന്നു. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ബാബ എല്ലാവർക്കും വളരെയധികം സ്നേഹം നിറഞ്ഞ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹസ്മരണകൾ നൽകി. ബാബയുടെ സ്നേഹം നിറഞ്ഞ സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു. ഓം ശാന്തി.